പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ചേച്ചിയാണെങ്കിലും കമന്റ്സ് ഒന്നും വായിക്കാതിരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ വേറെ ആൾക്കാർ കണ്ടിട്ട് നോക്കിക്കേടി, നീ കണ്ടില്ലേ, നിന്നെ കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്ന, കണ്ടില്ലേ കമന്റ്, നീ വായിച്ചില്ലേ, റിമൂവ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ നീ അതിന് റിപ്ലൈ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതൊക്കെ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള മൈൻഡിൽ ഇരുന്നാൽ മതി, അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പൊ കണ്ടില്ലേ സിമ്പിൾ ആയിട്ടിരിക്കണല്ലേ. അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചത് എന്താണ്, എങ്ങനെ സഹിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പം ഇന്റർവ്യൂവിന്റെ താഴെ ഒരു നെഗറ്റീവ് കമന്റ് വന്ന് ഞാൻ ഇവരുടെ അടുത്ത് കുറേ അത് നെഗറ്റീവ് വന്നടാ, എന്ത് ചെയ്യേണ്ടത് ആലോചിച്ചോണ്ട് നടക്കുക. അങ്ങനെ ഒരാളാണ് ഞാനൊക്കെ. പണ്ട് ഒരു ഹൈക്കു ഉണ്ട്, സൈലന്റ് പോണ്ട്, a frog jumps into the pond, സൈലൻസ് അല്ല സ്പ്ലാഷ്, പിന്നെ സൈലൻസ് അഗെയിൻ. ശരിക്കും അങ്ങനെ ഒരു സ്പേസിലല്ലേ നമ്മൾ നിൽക്കണേ. ഓരോ കാര്യം വരും, എല്ലാരും ഏറി കയറുന്നു, പിന്നെ ഇറങ്ങുന്നു, പിന്നെ വീണ്ടും കയറുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് സെല്ലിങ്, ഐ ഗെസ്. നെഗറ്റീവ് എനി പബ്ലിസിറ്റി കരുതുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് കിട്ടിയാലേ ഞാൻ ഫെമിലിയർ ആവുള്ളൂ. അത് ഭയങ്കരമായിട്ട് ഇപ്പോ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത്തരത്തിൽ വൈറലായി നിൽക്കുന്ന ഒരുപാട് പേര് കൺസ്യൂം ചെയ്യണം. എല്ലാവരും ഇത്രയും അധികം ആളുകളുണ്ട്, ഇത്രയും അധികം പ്രോഡക്ട്സ് ഉണ്ട്, ഇത്രയധികം സെല്ല് ചെയ്യുന്ന, എല്ലാവരും സെല്ല് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്, ഒബ്വിയസ്ലി ഈ പറയുന്ന ആക്ടേഴ്സ് ആണെങ്കിലും സെല്ല് ചെയ്യുന്നുണ്ട്, ഡയറക്ടേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട്, സിനിമ സെല്ല് ചെയ്യുന്നുണ്ട്, ഇനി ഇതൊന്നും അല്ലാത്ത പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നുണ്ട്. മനുഷ്യര് എല്ലാവരും നോക്കുന്നത്, എവ്രിബഡി ഈസ് ലൈക്ക് ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലാണ് നിൽക്കണേ. അപ്പോൾ ഇതിന് മാത്രമാണ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഓരോ സമയത്ത് ഓരോന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ഓവറോൾ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഐഡിയ. കുറെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറെയൊന്നും വലിയ കാര്യമില്ലാത്ത. ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇങ്ങനെയൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യണമല്ലോ നമ്മള്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇതുപോലെ. ഞാനും അങ്ങനെ ഒരു ഇതിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ, അതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണമല്ലോ നമ്മള്. ലൈഫിൽ ഈ ലൈഫ് വേണ്ടാന്ന് ചിന്തിച്ച മൊമെന്റ്സ് ഉണ്ടായിട്ടില്ലേ? ഏത് നമ്മുടെ ഈ മീൻസ് എന്താണെങ്കിലും, കരിയർ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും, ഇതെനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് വേണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് എപ്പോഴും? ശരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഇപ്പോൾ അഭിനയം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ 7 ഇയേഴ്സിൻ്റെ അടുത്തായി ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് വർക്ക് നമുക്കൊന്നും കിട്ടാതെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വയ്യ, എനിക്കിനി ഓടാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ നിർത്തുക, ഞാൻ പറയും. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത്, എൻ്റെ ഹസ്ബൻഡൊക്കെ എൻ്റെ അടുത്ത് പറയും, എന്തിനാ നീ നിർത്തുന്നത്, എന്തിനാ, നിന്റെ പാഷനാണിത്, മുന്നോട്ടേക്ക് പോവല്ലേ വേണ്ടത്, എപ്പോഴാണേലും കിട്ടിയാൽ മതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോ ഇയർ പോകുമ്പോഴും നമുക്ക് ഏജ് കൂടി വരാതെ, അപ്പൊ ഈ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഏജ് കൂടിയാൽ എന്താ പ്രശ്നം, അതിന്റെ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യണം, നീ എന്തിനാ വിഷമിക്കുന്നത്. അപ്പൊ എൻ്റെ ഫാമിലി എനിക്ക് അത് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അതിൽ ആ ഒരു മൈൻഡിലേക്ക് എനിക്ക് പോകാൻ പറ്റാത്തത്. അതെ അതെ, ആരെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ. എൻ്റെ ഫാമിലി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. അതായത് നീ ബാക്കോട്ട് പോവരുത്, ഫ്രണ്ടിലൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്താണെങ്കിൽ പോലും നിന്നെ കൊണ്ട് പറ്റത്തില്ലടി, നീ ഇത് നിർത്തിയിട്ട് പോ എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നീ മുന്നോട്ടേക്ക് പോ, നീ എവിടെയെങ്കിലൊക്കെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എപ്പോൾ വേണമെങ്കിലേ, ചിലപ്പോൾ നിർത്താം, ചിലപ്പോൾ നിർത്താതിരിക്കാം, പക്ഷേ മുമ്പോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.